Welcome to KAS Economics Hub, deciphering economics for competitive exams. ആദ്യത്തെ 7 പ്ലാൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. And now we can see the next plan, 8th plan. അതിന് മുന്നേ ആയിട്ട് let us go through the questions. So, question നോക്കൂ. 5-year plan in India is finally approved by. Answer ഏതാണ്? It is NDC ആണ്. So, NDC ആണ് 5-year plan finally approved ചെയ്തത്. So, we already seen that. D is the answer. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ സാറേ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് ആൻസർ കറക്റ്റ് ആണോ എന്ന് ഇപ്പോഴത്തെ പ്രസന്റ് ഇപ്പം 5-year plan ഇല്ല. കറന്റ് 5-year plan ഇല്ലല്ലോ. ഇത് പഴയ ചോദ്യം നോക്കിയാൽ മതി. കറന്റ് there is no 5-year plan. ഇപ്പൊ നമുക്ക് 5-year plans അബോളിഷ് ചെയ്തല്ലോ. ഇന്ത്യ കേസ് മാത്രമേ ഉള്ളൂ, സോറി കേരളത്തിന്റെ കേസ് മാത്രമേ ഉള്ളൂ പ്ലാൻ ഉള്ളത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ സ്പെസിഫിക് ആവും. 5-year plan ഇൻ കേരള എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആവും. പക്ഷെ അത് അപ്രൂവ് ചെയ്തത് പ്ലാനിംഗ് ബോർഡ് അല്ല. പ്ലാനിംഗ് ബോർഡ് തയ്യാറാക്കുന്നു, അത് ക്യാബിനറ്റ് ആണ് അപ്രൂവ് ചെയ്തത്, സർക്കാരാണ് അപ്രൂവ് ചെയ്തത്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ 5-year plan ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് 5-year plan അതിപ്പോ ഈസ് ഫൈനലി അപ്രൂവ്ഡ് വരത്തില്ല. ഇപ്പൊ വരുവാണെങ്കിൽ വാസ് അപ്രൂവ്ഡ് ബൈ എന്നായിരിക്കും വരുന്നത്. നേരത്തെ ആരാണ് അപ്രൂവ് ചെയ്തതെന്ന് ചോദിക്കാം. കേരളത്തിന് കോണ്ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ ഇപ്പം പ്ലാനിംഗ് ഉള്ളത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും പ്ലാനിങ് നിർത്തലായി. അതുപോലെ ഓൾ ത്രൂ ഔട്ട് ഇന്ത്യയിലും പ്ലാനിങ് നിർത്തലായി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ്, ഇപ്പം 6 എന്നല്ല, ഇത് ചോദ്യം പഴയ ചോദ്യമാണ്, അതുകൊണ്ടാണ് 6 വന്നിരിക്കുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ വേർ അസോസിയേറ്റഡ് എന്ന് പറയും. വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർ അസോസിയേറ്റഡ് വിത്ത് പ്ലാനിങ് ഇൻ ഇന്ത്യ. പ്ലാനിങ്ങിന് ബന്ധപ്പെട്ടുള്ള ഏജൻസി ആരൊക്കെയാണെന്ന ചോദ്യം. ഏതൊക്കെയാണെന്ന് പറയാമോ? കാരണം നിങ്ങൾ ചോദ്യം നോക്കുവാണെങ്കിൽ ഈ ഒരു ചോദ്യം 2002 വരുന്നതാണ്. അതുപോലെ ഈ ഒരു ചോദ്യം 2014 വരുന്നതാണ്. സോ അറ്റ് ദാറ്റ് ടൈം പ്ലാനിങ് വേർ ദെയർ, പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇവിടെ എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അന്ധകാലത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ആ സാധനം ഇല്ലായി, പ്ലാനിങ് ഇല്ല, അല്ലെങ്കിൽ 5-year plans അബോളിഷ് ചെയ്തു. സോ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ നോക്കൂ, ഇതിന് ആൻസർ എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് പ്ലാനിങ് ഇൻ ഇന്ത്യ? 2 and 5 ആണ് സർ. 2 and 5 ആണ്. ഫിനാൻസ് കമ്മീഷൻ നമ്മൾ പറഞ്ഞു പ്ലാനിങ്ങിന്റെ ഭാഗമല്ല ഫിനാൻസ് കമ്മീഷൻ. അതുപോലെ യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റോ അർബൻ ഡെവലപ്മെന്റോ ഇല്ല. NDC ഉണ്ട്, അതുപോലെ പാർലമെന്റും ഉണ്ട്. പാർലമെന്റ് ഈസ് ആൾസോ എ പാർട്ട് ഓഫ് പ്ലാനിംഗ് പ്രോസസ്. ആൻസർ സി ആണ്. Then during which 5-year plan was the emergency claimed, new elections took place and general party was elected? ഏത് പ്ലാനിലാണ് എമർജൻസി വരുന്നത്, അതുപോലെ പുതിയ ഇലക്ഷൻ വന്ന് ജനതാ പാർട്ടി ഇലക്ട് ആവുന്നത്? സോ ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് ഏത് പ്ലാൻ പീരീഡിലാണ് അത് വരുന്നത്? ഇതിലായിരുന്നു പറഞ്ഞു. ഫിഫ്ത്ത് ആണ് അല്ലെ? ആൻസർ ഈസ് സി ആണ്. 5th പ്ലാൻ പീരീഡിലാണ് ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ എമർജൻസി വരുന്നത്. 1975 ആ കാലഘട്ടം ഓർത്താൽ മതി. ആൻഡ് ഇത് നോക്കൂ, ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് UPSC ക്വസ്റ്റൻ ആണ് ഈ ഒരു ചോദ്യം. Then consider the statement regarding Indian planning. The second 5-year plan emphasized on the establishment of heavy industries. The third 5-year plan introduced the concept of import substitution as a strategy for industrialization. എന്ത് തോന്നുന്നു? ഫസ്റ്റ് ടൈം ശരിയാണോ? നമ്മൾ പറഞ്ഞാണ്, ഡിസ്കസ് ചെയ്തതാണ്. ഹെവി ഇൻഡസ്ട്രീസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്കൻഡ് പ്ലാൻ എയിം ചെയ്യുന്നുണ്ട്. അതുപോലെ തേർഡ് പ്ലാൻ പറയുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ്, വൺ ഓഫ് ദ പ്രയർ ഫോക്കസ് ഓഫ് തേർഡ് പ്ലാൻ ഈസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ചോദിക്കട്ടെ, എന്താണ് ഈ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ reducing the import by domestically producing the previously imported goods.
മുന്നേ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നങ്ങൾ, ഇറക്കുമതി ചെയ്ത ഉൽപ്പന്നങ്ങൾ. സോ ഉദാഹരണം പറയുമ്പോൾ സപ്പോസ് നമ്മൾ അരി എക്സാമ്പിൾ അസ്യൂം ചെയ്യുക. സപ്പോസ് നമ്മൾ അരി അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ പാർട്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തെന്ന് വെച്ചു, നമ്മൾ ഇറക്കുമതി ചെയ്യായിരുന്നു. ഈ ഇറക്കുമതിക്ക് പകരം എന്ത് ചെയ്യുക, അത് ഡൊമസ്റ്റിക്കലി നമ്മൾ എന്ത് ചെയ്യുക, നിർമ്മിക്കുക. അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. വിച്ച് മീൻസ് എന്താ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇമ്പോർട്ട് ബൈ എൻഹാൻസിങ് ദ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് എ ഗുഡ്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഇമ്പോർട്ട്, ഇമ്പോർട്ട് ഇറക്കുമതി എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട്? ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ആൻ ഇമ്പോർട്ട് ബൈ ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസിങ് ദ ഐറ്റം. ഒരു ഉൽപ്പന്നം ഇന്ത്യയിൽ നിർമ്മിച്ചുകൊണ്ട് അതിന്റെ ഇമ്പോർട്ട് എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുകയാണ് ഈ ഒരു നയത്തിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സീ തേർഡ് പ്ലാൻ പീരീഡില് നമ്മുടെ ഗവൺമെന്റ് ഹാസ് സ്റ്റാർട്ടഡ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്ത് ചെയ്യുക, ഇമ്പോർട്ട് കുറച്ചിട്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക. ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നങ്ങൾ, പഴയ ഇമ്പോർട്ടൊക്കെ അല്ലെങ്കിൽ പണ്ട് ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നമൊക്കെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനായിട്ട് ഗവൺമെന്റ് എയിം ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ തേർഡ് plan introduced the concept of import substitution as a strategy for industrialization. നമ്മുടെ വ്യവസായവൽക്കരണം നമ്മൾ കണ്ടു. തേർഡ് പ്ലാന്റെ ഒരു ഫോക്കസ് ഏരിയ കാർഷിക മേഖലയും വ്യവസായ മേഖലയും ഉണ്ട്. ഇതിൽ വ്യവസായവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയില് റാപ്പിഡായിട്ട് ഇൻഡസ്ട്രീസ് നടക്കണമെങ്കിൽ എന്തുണ്ടാവണം, there should be setting of industries, there should be setting of production units. So ഈ പറഞ്ഞ പ്രൊഡക്ഷൻ യൂണിറ്റ്സിന്റെയും ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഐഡിയ ഗവൺമെന്റ്, എന്നൊരു പോളിസി ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻസർ ഈസ് സി, ബോത്ത് 1 and 2. സോ നൗ യു ക്യാൻ സീ ദ 8th പ്ലാൻ. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? സോ 8th പ്ലാൻ. 8th പ്ലാൻ, the time period is 1992 to 97 ആണ്. This plan is also called as Rao Manmohan model. This plan was launched after the launch of new economic policy. By LPG reform ശേഷം അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയത്തിന് ശേഷം ഇന്ത്യയിൽ അവതരിപ്പിക്കപ്പെട്ട പ്ലാൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 8th പ്ലാൻ ആണ്. And in the 8th plan, you can see the formula for allocating funds to state was again modified. നമ്മൾ കണ്ടു 4ലും 5ലും വി വർ യൂസിങ് ഗാർഗിൽ ഫോർമുല. അത് കഴിഞ്ഞ് 6ലും 7ലും ആനുവൽ പ്ലാനിലും യു കുഡ് സീ there was modified ഗാർഗിൽ ഫോർമുല. ആൻഡ് 8th പ്ലാൻ സമയത്ത് ഇത് പിന്നെ റിവൈസ് ചെയ്തു. ഇറ്റ് വാസ് കോൾഡ് ആസ് ഗാർഗിൽ മുഖർജി ഫോർമുല. സോ ഗാർഗിൽ മുഖർജി ഫോർമുല എന്നൊരു പുതിയ ഫോർമുല ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തു ഫോർ അലോക്കേറ്റിംഗ് ഫണ്ട്സ് ടു സ്റ്റേറ്റ്സ്. ആൻഡ് ഈ ഒരു ഫോർമുലയാണ് പിൽക്കാലത്ത് 8th പ്ലാൻ മുതൽ 12th പ്ലാൻ വരെയുള്ള ടൈം പീരീഡിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ഫോക്കസ്, ദ മെയിൻ ഫോക്കസ് നോക്കുമ്പോൾ 8th പ്ലാനിന്റെ മെയിൻ ഫോക്കസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആയിരുന്നു. മാനുഷിക വിഭവശേഷി വികസനം. ദാറ്റ് വാസ് ദ മെയിൻ ടാർഗറ്റ് ഓഫ് ദിസ് 8th പ്ലാൻ. ഇറ്റ് ഹാസ് പ്രയർ ഫോക്കസ് ഓൺ എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതിനെല്ലാം സ്പെഷ്യൽ ഫോക്കസ് ഉണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ യുണീക് ക്യാരക്ടർ 8th പ്ലാനിന്റെ ഒരു യുണീക് ഒബ്ജക്റ്റീവ് പറയുകയാണെങ്കിൽ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് ഇല്ലിറ്ററസി എന്നൊരു ആശയം 8th പ്ലാൻ ഉണ്ടായിരുന്നു. സോ ദിസ് ഈസ് എ പ്രീവിയസ് KAS ക്വസ്റ്റ്യൻ. നമ്മുടെ KASന്റെ ക്വസ്റ്റ്യൻ കൂടെ ആയിരുന്നത്, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സോ KASന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വൺ ഓഫ് ദ യുണീക് ഒബ്ജക്റ്റീവ് ഓഫ് 8th പ്ലാൻ. 8th പ്ലാനിന്റെ യുണീക് ഒബ്ജക്റ്റീവ് എന്താണെന്നായിരുന്നു ചോദ്യം. എന്തായിരുന്നു? യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് ഇറാഡിക്കേഷൻ ഓഫ് ഇല്ലിറ്ററസി എമംഗ് ദി ഏജ് ഗ്രൂപ്പ് 15 to 35. സോ യൂത്തിന്റെ ഇടയിൽ, പ്രത്യേകിച്ച് യൂത്തിന്റെ ഇടയിൽ ഇല്ലിറ്ററസി ഒഴിവാക്കുക, ഇറാഡിക്കേറ്റ് ചെയ്യുക. അതുപോലെ എലിമെന്ററി എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ അത് എൻഷുർ ചെയ്യുക, അത് യൂണിവേഴ്സലൈസ് ചെയ്യുക. അതായിരുന്നു എയിം. അതുപോലെ തന്നെ സേഫ് ഡ്രിങ്കിങ് വാട്ടർ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, അതുപോലെ വാക്സിനേഷൻ, ഇവയൊക്കെ പ്രൊവൈഡ് ചെയ്യാനും നമ്മുടെ 8th പ്ലാൻ ടാർഗറ്റ് ചെയ്യുന്നു. ആൻഡ് ദിസ് 8th പ്ലാൻ ഓൾസോ ഫോക്കസ്ഡ് ഓൺ ഫിനാൻസ് സെക്ടർ റിഫോംസ്. സോ 1992 സമയത്ത് നമ്മൾ കാണുന്നുണ്ട് ധനകാര്യ മേഖലയുടെ റിഫോം സജഷനായിട്ട്
നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഓർമ്മയുണ്ടോ? ടി നരസിംഹം കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. നരസിംഹം കമ്മിറ്റി ഫസ്റ്റ് വരുന്നത് ഈ സമയത്താണ്. ആൻഡ് ധനകാര്യ മേഖലയിൽ ധാരാളം റിഫോംസ് ഈ 8th പ്ലാൻ ബില്ലില് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ വി ക്യാൻ സി ദ 8th പ്ലാൻ ഫോക്കസ്ഡ് ഓൺ ഫിനാൻസ് സെക്ടർ റിഫോംസ് കാണാം. ആൻഡ് നേരത്തെ ഉണ്ടായിരുന്ന ജവഹർ റോസ്ഗർ യോജന, 1918 ഉണ്ടായിരുന്ന ജവഹർ റോസ്ഗർ യോജന ഗവൺമെന്റ് റീവാം ചെയ്തു. 93 PM റോസ്ഗർ യോജന എന്നായിട്ടത് റീനെയിം ചെയ്തു. അതുപോലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പോലെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവില് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ആഫ്റ്റർ ദ റെക്കമെൻഡേഷൻ ഓഫ് പെഹർവാണി കമ്മിറ്റി. സോ പെഹർവാണി കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതേപോലെ ദിസ് പീരീഡ് ഹാസ് വിറ്റ്നസ്ഡ് ദ കോൺസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ പഞ്ചായത്ത് രാജ് ബോഡീസിന് ഭരണഘടനാ പദവി നൽകുന്നത് ഈ സമയത്താണ്, 8th പ്ലാൻ ബില്ലിലാണ്. സോ 1992 73rd and 74th അമെന്റ്മെന്റ് പാസ്സാക്കുകയും 93 പഞ്ചായത്ത് രാജ് ആക്ട് പാസ്സാക്കുകയും ചെയ്യുന്നുണ്ട്, 24th April 93. ആൻഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത് ഈ ഒരു ആക്ടിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു അമെന്റ്മെന്റിന് ശേഷമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ WTO ഈ സമയത്താണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈ ഒരു ടൈം പീരീഡിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇന്ത്യ അതിന്റെ ഫൗണ്ടിംഗ് മെമ്പർ ആവുന്നുണ്ട്. 1st January 1995 ഇന്ത്യ ബിക്കെയിം ദ ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് WTO എന്ന് കാണാം. ദേശീയ income, if you are seeing that per capita income, it also grew by 3.9%. അതേപോലെ ആനുവൽ എംപ്ലോയ്മെന്റും ഇവിടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പ്രൊജക്ട് ചെയ്യുന്നത് 2.6 ആണ്, എങ്കിലും 2% ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഗ്രോത്ത് ടാർഗറ്റ് 5.6 ആയിരുന്നു, 6.8% ഗ്രോത്ത് നമ്മൾ ഈ ഒരു ടൈമിൽ അച്ചീവ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. That was about the 8th plan. And now you can see the 9th plan. And 9th plan, the initial time, Gujral ആയിരുന്നു chairman. IK Gujral was the chairman of the planning commission. അതിനുശേഷം we can see Vajpayee became the chairman of planning commission since 98. And this was the plan which was launched in the 50th year of Indian independence. So ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷിക സമയത്ത്, അല്ലെങ്കിൽ ആ വേളയിൽ വരുന്ന പ്ലാന് 9th പ്ലാൻ ആണ്. സോ 50th year of India's independence നടപ്പിലാക്കപ്പെടുന്ന പ്ലാന് 9th പ്ലാൻ ആണ്. ആൻഡ് ദ മെയിൻ എയിം ഈസ് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി. സോ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയും തുല്യതയും, അതായിരുന്നു 9th പ്ലാന്റെ ഫോക്കസ്. ആൻഡ് ആൾസോ മുന്നത്തെ പ്ലാനെ അപേക്ഷിച്ച് കുറെ പുതിയ കാര്യങ്ങൾ 9th പ്ലാൻ അജണ്ടയിൽ വരുന്നുണ്ട്. അതിലൊന്നായിരുന്നു ഡീസെൻട്രലൈസേഷൻ ഓഫ് പ്ലാനിങ്. നമ്മൾ കണ്ടു 8th പ്ലാൻ ആയപ്പോൾ പഞ്ചായത്ത് രാജ് ബോഡീസിന് ഒരു റോള് വരുന്നു. അതുപോലെ തന്നെ പ്ലാനിങ് നേരത്തെ സെൻട്രലൈസ്ഡ് ആയിരുന്നു, അതിന് പകരം അത് ഡീസെൻട്രലൈസേഷൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നു. സോ ഡീസെൻട്രലൈസേഷൻ പറയുമ്പോൾ എന്താ, സെൻട്രലൊക്കെ മാത്രം ഒതുങ്ങാതെ സംസ്ഥാനങ്ങൾക്കും അതുപോലെ ലോക്കൽ ബോഡികൾക്കും ഒരു റോള് കൊടുക്കണമെന്നൊരു ആശയം വരുന്നുണ്ട്. അതേപോലെ തന്നെ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള ഒരു ഫോക്കസ് 9th പ്ലാൻ വരുന്നു. ആൻഡ് യു ക്യാൻ സീ ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മുടെ പ്ലാനിങ് ഹിസ്റ്ററിയിൽ ആദ്യമായാണ് വുമൺ എംപവർമെന്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഫോക്കസ് ഒരു പ്ലാനിൽ വരുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ 9th പ്ലാൻ ആണ്. ആൻഡ് ആൾസോ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി ഉറപ്പുവരുത്താനുള്ള ഇനിഷ്യേറ്റീവ്, ദെൻ കോഓപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ടിംഗ് ഇനിഷ്യേറ്റീവ്. ആൻഡ് ആൾസോ ഡ്യൂറിംഗ് ദിസ് 9th പ്ലാൻ 7 ബേസിക് മിനിമം നീഡ്സ് പ്രോഗ്രാം. നമ്മൾ നേരത്തെ 5th പ്ലാൻ ബില്ലിൽ ഉണ്ടായിരുന്ന 20 പോയിന്റ് പ്രോഗ്രാം ഇല്ലേ, അതേപോലെ 7 ബേസിക് മിനിമം നീഡ്സ് എന്നൊരു ഇനിഷ്യേറ്റീവ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഡ്രിങ്കിങ് വാട്ടർ, ഹെൽത്ത് സർവീസ്, എഡ്യൂക്കേഷൻ, PDS, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ് എന്നിങ്ങനെ 7 മേഖലകളാണ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. സോ ആൻഡ് ആൾസോ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നോക്കുമ്പോൾ നമ്മുടെ TPDS, നമ്മുടെ പൊതുധന സംവിധാനം ഗവൺമെന്റ് ഒന്ന് റീവാം ചെയ്യുന്നു. അങ്ങനെ 97 ടാർഗറ്റഡ് PDS എന്ന
ഒരു പുതിയ സമ്പ്രദായം വരുന്നു. അത് പ്രകാരം ഇന്ത്യയിലെ റേഷൻ കാർഡ് ഹോൾഡേഴ്സിനെ APL BPL എന്ന് ഡിവൈഡ് ചെയ്യുന്നു. എബോവ് പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈൻ എന്നിങ്ങനെ തരംതിരിക്കുന്നു ബേസ്ഡ് ഓൺ ദ പോവർട്ടി ലൈൻ സെറ്റ് ബൈ ദ ഗവൺമെന്റ്. നമ്മുടെ ഗവൺമെന്റ് സെറ്റ് ചെയ്ത ഒരു പോവർട്ടി ലൈൻ, ഒരു ദാരിദ്ര്യ ലൈൻ പ്രകാരം ഒരു പോവർട്ടി ലൈൻ സെറ്റ് ചെയ്തിട്ട് അതിനേക്കാൾ താഴെ ഇൻകം ഉള്ളവർ, അതിനേക്കാൾ താഴെ സ്റ്റാൻഡേർഡ്സ് ഉള്ളവർ ബിലോ പോവർട്ടി ലൈന്, പോവർട്ടി ലൈനേക്കാൾ മേലെ വരുന്നവർ എബോ പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞ് തരംതിരിച്ചു. ആൻഡ് ഈ പറഞ്ഞ ബിലോ പോവർട്ടി ലൈൻകാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കാൻ തയ്യാറായി. അതേപോലെ അന്ത്യോദയ അന്ന യോജന, നമ്മുടെ പാവങ്ങളിൽ പാവങ്ങളായ അല്ലെങ്കിൽ ദരിദ്രരിൽ ദരിദ്രരായവർക്ക് വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു അന്ത്യോദയ അന്ന യോജന. 2000-ലാണ് ഈ ഇനിഷ്യേറ്റീവ് വരുന്നത്. അതുപോലെ ഗ്രാമീണ മേഖലയിലെ ജോലി അവസരങ്ങൾ വർദ്ധിക്കാനായിട്ട്, അവിടെയുള്ള എംപ്ലോയബിലിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കർ യോജന എന്നൊരു ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്. അതേപോലെ 9th പ്ലാൻ ഈസ് ഓൾസോ കോൾഡ് ആസ് പീപ്പിൾസ് പ്ലാൻ. ജനകീയ പ്ലാൻ എന്നറിയപ്പെടുന്ന 5 പ്ലാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9th പ്ലാൻ ആണ്. അതിന് കാരണം പറയുകയാണെങ്കിൽ ബിഫോർ ദി ലോഞ്ച് ഓഫ് ദിസ് 9th പ്ലാൻ, ഈ 9th പ്ലാൻ വരുന്നതിന് മുന്നേ, 9th പ്ലാൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹാസ് urged the state governments to initiate, to propose different plans or to initiate different plans to include the participation of people in governance. So ആളുകളുടെ പാർട്ടിസിപ്പേഷൻ, ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഗവേണൻസിൽ ഉറപ്പുവരുത്താനായിട്ട് ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ്സിനോട് ഏർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സമയത്താണ് നമ്മുടെ കേരളത്തിൽ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? ജനകീയ ആസൂത്രണ പദ്ധതി, പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഒക്കെ ലോഞ്ച് ചെയ്യുന്നത് ഈ ഒരു ടൈമിലാണ്, ഈ ഒരു 9th പ്ലാൻ അനുഭവിച്ചാണ്. ആൻഡ് ഈ പറഞ്ഞ 9th പ്ലാൻ സമയത്ത് കേരളം ലോഞ്ച് ചെയ്ത പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അത് നേഷൻ വൈഡ് ആയിട്ട് മിമിക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ 9th പ്ലാനിന്റെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു? പബ്ലിക് പാർട്ടിസിപ്പേഷൻ. അപ്പൊ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അത് എന്താ വരുന്നത്? ജനകീയാസൂത്രണത്തിൽ എന്താ വരുന്നത്? ഈ ഗ്രാമസഭകൾ വഴി ജനങ്ങളുടെ പങ്കാളിത്തം എന്ത് ചെയ്യുക? ഉറപ്പുവരുത്തുക. അവർക്ക് വേണ്ട വികസനങ്ങൾ എന്താണോ, ജനങ്ങൾക്ക് വേണ്ട വികസനം എന്താണോ, അത് ജനങ്ങൾ തന്നെ എന്ത് ചെയ്യുക? തീരുമാനിക്കുക. സോ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്ത് എടുക്കുകയാണ്. ഏതൊക്കെ മേഖലയിൽ അടുത്ത ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയായിരിക്കണം സർക്കാരിന്റെ ഫോക്കസ്, ഇതെല്ലാം ജനങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? ഈ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയാണ്. അതാണ് ഈ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു ഐഡിയ ആണ് 9th പ്ലാൻ മുന്നോട്ട് വെക്കുന്നത്. സോ യു ക്യാൻ സി ഇൻ ദ 9th പ്ലാൻ ഡീസെൻട്രലൈസേഷൻ ഓഫ് പ്ലാനിങ് എന്നൊരു ഐഡിയ വരുന്നില്ലേ? അത് ഈ പറഞ്ഞ പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ അല്ലെങ്കിൽ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയാണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അതുകൊണ്ടാണ് ഈ 9th പ്ലാനെ പീപ്പിൾസ് പ്ലാൻ എന്നും അറിയപ്പെടുന്നത്. ബിക്കോസ് there was a prior focus on ensuring public participation in governance of India. ആൻഡ് നമ്മുടെ കേരളത്തിൽ പറയുമ്പോൾ ടുവാർഡ്സ് ദിസ് പ്ലാൻ, അല്ലെങ്കിൽ ഈ 9th പ്ലാന് മുന്നേ ആണ് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ വരുന്നു. അതുപോലെ 97 സമയത്ത്, അതുപോലെ 98 സമയത്ത് കുടുംബശ്രീ, നമ്മുടെ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന് മുന്നേറ്റം വഹിച്ച കുടുംബശ്രീ, ആൻഡ് കുടുംബശ്രീ ലോഞ്ച് ചെയ്യുന്നത് 98 May 17 ആണ്. ആൻഡ് നിങ്ങൾ കേട്ട് കാണും, ഈ ഇടയ്ക്ക് 25 years കംപ്ലീറ്റ് ചെയ്തിരുന്നു കുടുംബശ്രീയുടെ പ്രവർത്തനം. ആൻഡ് ഗ്രാം സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന 2000 ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇനിഷ്യലി ഇതൊരു കേന്ദ്ര ഗവൺമെന്റ് പൂർണ്ണമായി ഫണ്ട് ചെയ്യുന്ന സ്കീമായിരുന്നു. സോ ഇനിഷ്യലി ദിസ് സ്കീം വാസ് സെൻട്രൽ സെക്ടർ സ്കീം. എന്നാൽ കറന്റ് എന്താ? നിലവിൽ ഇത് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്ന് പറഞ്ഞിരിക്കുക. അതുപോലെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നതാണ് സർവശിക്ഷ അഭിയാൻ, SSA, during the year 2001. And during 1998, the second nuclear test was initiated by the government. അതാണ് ഓപ്പറേഷൻ ശക്തി. ഓപ്പറേഷൻ ശക്തി. ഇതേപോലെ 2019 there was another initiative which is called as മിഷൻ ശക്തി. രണ്ടും മാറിപ്പോരുത്. ഓപ്പറേഷൻ ശക്തിയുണ്ട്, അതുപോലെ മിഷൻ ശക്തിയുണ്ട്. ആൻഡ്
ഓപ്പറേഷൻ ശക്തി എന്താണ്? ഇറ്റ് ഈസ് ദ സെക്കൻഡ് ന്യൂക്ലിയർ ടെസ്റ്റ്. മിഷൻ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. നമ്മുടെ ഇന്ത്യയെ നിരീക്ഷിക്കുന്ന ഒബ്സർവ് ചെയ്യുന്ന ചാര ഉപഗ്രഹങ്ങളെ ഇന്ത്യയിൽ നിന്ന് തന്നെ മിസൈൽ തൊടുത്ത് നശിപ്പിക്കുക. അതാണ് ഈ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. ഉപഗ്രഹവേദ മിസൈൽ ടെസ്റ്റ് എന്ന് പറയും. ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ് ഓർ ഉപഗ്രഹവേദ മിസൈൽ ടെസ്റ്റ്. ആൻഡ് അതാണ് മിഷൻ ശക്തി. സോ രണ്ടും ഒരേ പേരാണ്, ശക്തി എന്ന് തന്നെയാണ് കിടക്കുന്നത്, പക്ഷെ രണ്ടും രണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. ഓപ്പറേഷൻ ശക്തി, ദെൻ മിഷൻ ശക്തി. ദെൻ ഇതിന്റെ ടാർഗറ്റ് 6.5% ആയിരുന്നു. 5 വർഷത്തെ 1997 തൊട്ട് 2002 വരെയുള്ള 5 വർഷക്കാലത്തെ ആവറേജ് ടാർഗറ്റ് വെച്ചത് 6.5 ആണ്. എന്നാൽ 5.35 അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. വേരിയസ് ഇഷ്യൂസ് നോക്കുമ്പോൾ ഒന്ന് കാർഗിൽ വാർ ആണ്. 1999 സമയത്ത് കാർഗിൽ വാർ ഉണ്ടാകുന്നുണ്ട് ജൂലൈയിൽ. അതുപോലെ ഇതിന്റെ ടാർഗറ്റ്, സോ ഞാൻ പറഞ്ഞിരുന്നു ചില 5 ഇയർ പ്ലാൻസില് പ്ലാനിംഗ് കമ്മീഷൻ വെക്കുന്ന ടാർഗറ്റ്സ് ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് അകന്നു നിൽക്കുന്നൊരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ആൻഡ് ഈ 9th പ്ലാനും അതാണ് നേരിട്ട്. 9th പ്ലാന്റെ ടാർഗറ്റ് വാസ് ഫിക്സ്ഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ വിത്തൗട്ട് കൺസിഡറിംഗ് ദ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പലരും വിമർശിച്ചു. കാരണം ഈ പറഞ്ഞ 9th പ്ലാനിന്റെ തുടക്കത്തില്, 9th പ്ലാനിന്റെ ബിഗിനിങ്ങില് വി കുഡ് സി there was a crisis in സൗത്ത് ഈസ്റ്റ് ഏഷ്യ. നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില്, നമ്മുടെ ആസിയാൻ നേഷൻസിന്റെ ഇടയിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നുണ്ട്. there was a financial crisis in സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആൻഡ് ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിലെ സാമ്പത്തിക ക്രൈസിസ്, എക്കണോമിക് ക്രൈസിസ്, അതിന്റെ ഒരു വേവ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് നോക്കുവാണെങ്കിൽ ഈ ഒരു ക്രൈസിസ് ഉണ്ടാകുന്ന എപ്പോഴാണ്? 9th പ്ലാൻ അടുപ്പിച്ചാണ്. 9th പ്ലാൻ ലോഞ്ച് ചെയ്ത് മുന്നേറ്റാണ് വരുന്നത്. 97 9th പ്ലാൻ വരുന്നത്. അതിന് മുന്നേ തന്നെ ഈ ക്രൈസിസ് ഉണ്ട് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനിലുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൽ ആ മാന്ദ്യമുണ്ട്. ആ മാന്ദ്യത്തിന്റെ ഒരു എക്കോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട്, അതിന്റെ ഒരു വേവ് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും വരുന്നു. പക്ഷെ എന്താ, ഇന്ത്യയില് ഈ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല, ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നില്ല. സോ ദാറ്റ് വാസ് ദ ക്രിറ്റിസിസം അഗേൻസ്റ്റ് ദിസ് ടാർഗറ്റ്. അതേപോലെ ഈ പറഞ്ഞ 9th പ്ലാന്റെ സമയത്തായാലും വി ക്യാൻ സി ദർ വാസ് എ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. വാജ്പേയി തന്നെ 2 വട്ടം വരുന്നുണ്ട് ആ ടൈമില്. കാരണം മൾട്ടിപ്പിൾ ടൈം വാജ്പേയി സമയത്ത് വരുന്നുണ്ട്. സോ ഡിഫറെന്റ് ഗവൺമെന്റ്സ് ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ കഴിയും വരുന്നതായിട്ട്. ഇതെല്ലാം കാരണം 9th പ്ലാൻ ഹാസ് ഫേസ് സം ഇഷ്യൂസ് എന്ന് കാണാം. ഈ പറഞ്ഞ വാറ്, ഏഷ്യൻ ക്രൈസിസ്, ദെൻ ടാർഗറ്റിലെ അൺറിയലിസ്റ്റിക് നേച്ചർ, ദെൻ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. ദെൻ ഇറ്റ് ഈസ് ദ 10th പ്ലാൻ. 2002, 2007 ആയിരുന്നു ടൈം പീരീഡ്. ചെയർമാൻ ആദ്യഘട്ടത്തിൽ വാജ്പേയി, പിന്നെ മൻമോഹൻ സിംഗ് ആണ്. സോ ഇതിന്റെ എയിം നോക്കുവാണെങ്കിൽ ദാരിദ്ര്യ നിരക്ക് റെഡ്യൂസ് ചെയ്യുക. ബൈ 2012, 10 വർഷം കൊണ്ട് 15% ആയിട്ട് ഇന്ത്യയിലെ പോവർട്ടി റേഷ്യോ റെഡ്യൂസ് ചെയ്യുക. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം, നമ്മുടെ ആളോഹരി വരുമാനം 10 വർഷം കൊണ്ട് ഡബിൾ ചെയ്യുക. അതേപോലെ 5 വർഷം കൊണ്ട് 5 കോടി തൊഴിലവസരങ്ങൾ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. ഒരു വർഷം 1 കോടി ജോലി വെച്ച്, 1 വർഷം 1 കോടി തൊഴിൽ വെച്ച് 5 വർഷം കൊണ്ട് 5 കോടി തൊഴിലവസരം സൃഷ്ടിക്കുക. അതുപോലെ ലിറ്ററസി റേറ്റ്, നമ്മുടെ സാക്ഷരത നിരക്ക് 2007 ആകുമ്പോൾ 70% ആക്കുക. അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് 21.3 നിന്ന് 16.3 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. ദീസ് വേർ ദ മെയിൻ ടാർഗറ്റ്സ് ഓഫ് ദ 10th പ്ലാൻ. അതേപോലെ ദിസ് പ്ലാൻ ഈസ് ഓൾസോ കോൾഡ് ആസ് കേരള മോഡൽ പ്ലാൻ. സോ കേരള മോഡൽ പ്ലാൻ എന്നറിയപ്പെടുന്ന പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 10th പ്ലാൻ ആണ്. സോ 10th പ്ലാൻ എന്തുകൊണ്ട് കേരള മോഡൽ പ്ലാൻ എന്നറിയപ്പെടുന്നു? അതിന് കാണാൻ നോക്കുവാണെങ്കിൽ കേരള മോഡൽ പ്ലാന്റെ പ്രത്യേകത എന്താ? ഗവൺമെന്റ് ഈസ് prioritizing the health sector, education, poverty eradication. സോ ആളുകളുടെ ദാരിദ്ര്യം നിർമ്മാണം ചെയ്യുക. സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്ന് സർക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് കേരള മോഡൽ പ്ലാൻ, കേരള വികസന മാതൃകയില് സർക്കാരിന്റെ പ്രയർ ഫോക്കസ് എന്താണ്? അസറ്റ് ബിൽഡിങ്ങോ ആസ്തി വികസനമല്ല. ഇപ്പം പുതിയ റോഡുകളോ പാലങ്ങളോ അതിനല്ല പ്രയോറിറ്റി. പ്രധാനമായിട്ടും ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക.
വെൽഫെയർ ഉറപ്പുവരുത്തുക. എഡ്യൂക്കേഷൻ ആയാലും ഹെൽത്ത് ആയാലും അതുപോലെ പോർട്രേറ്റ് എഡ്യൂക്കേഷൻ ആയാലും വുമൺ എംപവർമെന്റ് ആയാലും ഇതൊക്കെയാണ് എന്ത് പ്രയർ ഫോക്കസ് വരുന്നത്. ആൻഡ് 10th പ്ലാനിൽ വി ക്യാൻ സി there was a focus on the social sector. And also, during this 10th plan, the government has declared agriculture as the prime moving force of the economy. നമ്മുടെ കാർഷിക മേഖല ഇന്ത്യൻ എക്കണോമിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രൈം മൂവിംഗ് ഫോഴ്സ് ആണ് എന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു. ആൻഡ് സ്റ്റേറ്റ്സ് ഇൻവോൾവ്മെന്റ് ഇൻ പ്ലാനിങ് നീഡ് ടു ബി ഇൻക്രീസ്ഡ് എന്നൊരു ഇനിഷ്യേറ്റീവ് വന്നു. നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ PRIസിനെ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനങ്ങളുടെ റോള് പ്ലാനിൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക എന്നൊരു ഇനിഷ്യേറ്റീവ് വരുന്നുണ്ട്. അതുപോലെ ഗവേണൻസ്, സുസ്ഥിരമായ അല്ലെങ്കിൽ സദ്ഭരണം വികസനത്തിന്റെ ഒരു ഫാക്ടറാണ് എന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്യുന്നു. ആൻഡ് ആൾസോ വി ക്യാൻ സി ദ ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നോക്കുമ്പോൾ NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തു 2005. ഇതിനു ശേഷമാണ് നമ്മുടെ ഇന്ത്യ ഒട്ടുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അവ സ്പ്രെഡ് ചെയ്യാൻ കാരണമായ ഒന്നാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ എന്ന് പറഞ്ഞാൽ. സോ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന്റെ ഒരു ഡെവലപ്മെന്റ്, അതിന്റെ ഒരു സ്പ്രെഡ് വരാൻ കാരണമായ പദ്ധതിയാണ് ഈ പറഞ്ഞ NRHM. നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ നിലവിൽ കേരളത്തിലെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പലതും വി ഹാവ് കൺവേർട്ടഡ് ഇൻടു ഫാമിലി ഹെൽത്ത് സെന്റർ. നിങ്ങൾ കേട്ട് കാണും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് കുടുംബ ആരോഗ്യ കേന്ദ്രമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് റെജുവിനേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തില്. ആൻഡ് അതുപോലെ തന്നെ അർബൻ ഏരിയയുടെ റിന്യൂവൽ അല്ലെങ്കിൽ അർബൻ ഏരിയയുടെ ഇൻഫ്രാസ്ട്രക്ചറും അവിടെയുള്ള എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് ആയിരുന്നു ജൻറം, ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ. സോ നിങ്ങൾ ഈ KSRTCയിലൊക്കെയുള്ള ഓറഞ്ച് കളർ AC ബസ്, പച്ച കളർ AC ബസ്, പച്ച കളർ ലോ ഫ്ലോർ ബസ്, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ അവിടെ ഒരു ലോഗോ കാണാം, ജൻറം എന്നൊരു ലോഗോ കാണാം. KSRTC കാണും, KURTC എന്നായിരിക്കും കാണുന്നത്. അതിനൊപ്പം തന്നെ യു മേ സി ദ ലോഗോ, ജൻറം എന്ന ലോഗോ, ഇങ്ങനെ വട്ടത്തില് ജൻറം എഴുതിക്കുന്ന ലോഗോ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ എന്നാണ് ഇതിന്റെ ഇനിഷ്യേറ്റീവ്. ആൻഡ് KSRTCയുടെ AC ബസ് അതൊക്കെ എന്താ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ജൻറം ഭാഗമായിട്ട് വരുന്നതാണ്. സോ ആ ബസ് കൊടുക്കുന്നതെല്ലാം ഈ സ്കീം വഴിയാണ്, ജൻറം സ്കീം വഴിയാണ്. ആൻഡ് ബസ് മാത്രമല്ല, ദിസ് ഇനിഷ്യേറ്റീവ് എയിംസ് ടു ഇംപ്രൂവ് ദ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിലെ ഇൻഫ്രാസ്ട്രക്ചർ, അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, അവിടെയുള്ള സീവേജ് ഫെസിലിറ്റി, ഇവയെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ജൻറം സ്കീം എയിം ചെയ്യുന്നുണ്ട്. അതേപോലെ 2006 സമയത്ത് MG നരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നു. ആൻഡ് ഡ്യൂറിംഗ് ദിസ് 10th പ്ലാൻ 86 അമെൻമെന്റ് ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ്. 2002 ഡിസംബറിൽ 86ാമത്തെ ഭരണഘടന ഭേദഗതി പാസ്സാക്കി. അതാണ് ആർട്ടിക്കിൾ 21A നയിക്കുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 21A എന്താണ്? ഇറ്റ് ഈസ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അല്ലെ? റൈറ്റ് ടു എഡ്യൂക്കേഷനിലേക്ക് നയിക്കുന്ന ഒരു അമെന്റ്മെന്റ് ആയിരുന്നു ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഗ്രോത്ത് ടാർഗറ്റ് 8% ആണ്. 7.7% ഗ്രോത്ത് ഈ കാലയളവിൽ ഗവൺമെന്റ് ഇന്ത്യ അച്ചീവ് ചെയ്യുന്നുണ്ട്. Then there is 11th plan. And 11th പ്ലാന്റെ മെയിൻ ഫോക്കസ് ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ഫാസ്റ്റർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതാണ് 11th പ്ലാന്റെ ഫോക്കസ്. ഇതിന്റെ മെയിൻ എയിം ടു റിസോൾവ് റീജിയണൽ ഇംബാലൻസ് ഇൻ ദ കൺട്രി. നമ്മുടെ ഇന്ത്യയിലുള്ള റീജിയണൽ ആയിട്ടുള്ള ഇംബാലൻസ് എന്ത് ചെയ്യുക, റിസോൾവ് ചെയ്യുക. രംഗരാജാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ചെയർമാൻ മൻമോഹൻ സിംഗ് ആയിരുന്നു. ആൻഡ് ഇൻ ദിസ് 11th പ്ലാൻ the savings rate and investment rate ഇൻക്രീസ് ചെയ്യാൻ പ്രപ്പോസൽ ഉണ്ട്. നമ്മുടെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് സേവിങ്സ് റേറ്റും ഇൻവെസ്റ്റ്മെന്റും പ്രൊമോട്ട് ചെയ്യാൻ എയിം ചെയ്യുന്നു. ആൾസോ there was focus on social sector. നമ്മുടെ സാമൂഹ്യ മേഖലയ്ക്ക് സ്പെഷ്യൽ ഫോക്കസ് 11th പ്ലാനിൽ വരുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സി during this 11th plan there was promotion of PPP model.
എന്താണ് PPP എന്ന് വെച്ചാൽ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. സോ സർക്കാർ മാത്രം ഒരു പ്രൊജക്ട് ചെയ്യുന്നതിന് പകരം സർക്കാരും അതേപോലെ സ്വകാര്യ പങ്കാളിത്തവും രണ്ടുകൂടെ എന്ത് ചെയ്യുക, ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാണ് ഇത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് 11th plan, there was focus on reducing poverty and generating employment also. And this was the plan which has achieved the highest average growth in all the plan, among all the plan. നമ്മുടെ ഇന്ത്യ നടപ്പിലാക്കിയ 12 പ്ലാൻസിൽ ഏറ്റവും കൂടുതൽ ആവറേജ് ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്ത പ്ലാൻ നോക്കുകയാണെങ്കിൽ 11th പ്ലാൻ ആണ്. 7.9% ആണ് 11th പ്ലാൻ അച്ചീവ് ചെയ്യുന്ന ആവറേജ് ഗ്രോത്ത് റേറ്റ്. So 7.9 was the average growth rate achieved by the 11th plan എന്ന് കാണാൻ കഴിയും. ആൻഡ് നെക്സ്റ്റ് ഈസ് 12th പ്ലാൻ ആണ്. ഞാൻ പറയട്ടെ, ആഫ്റ്റർ ദ 10th പ്ലാൻ നമ്മൾ ജസ്റ്റ് ഈ ഓരോ പ്ലാനിന്റെയും മെയിൻ അജണ്ട എന്തായിരുന്നു, ആൻഡ് ആ സമയത്തെ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രത്യേകത ഉണ്ടോ അത് മാത്രം നോക്കിയാൽ മതി. There's no need to dig deeper. ഈ പറഞ്ഞ ഓരോ പ്ലാനിന്റെയും ടാർഗറ്റ് എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല. അതിന് ഇമ്പോർട്ടന്റ് പോർഷൻസ് മാത്രം എന്ത് ചെയ്യുക, നോക്കി പോവുക. സോ 12th പ്ലാൻ ടൈം പീരീഡ് 2012-17 ആണ്. ആൻഡ് ദിസ് വാസ് ദ ലാസ്റ്റ് പ്ലാൻ ഇൻ ഇന്ത്യ. ആൻഡ് ദ മെയിൻ തീം ഓഫ് ദ 12th പ്ലാൻ ഈസ് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ്. സോ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്നൊരു ഐഡിയ ഇന്ത്യയില് ഈ 12th പ്ലാനിൽ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്താണ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ? We have to use our resources in a judicious manner to preserve them for future generation. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ ഇന്ത്യയിലേക്ക് അറിയാം, നമുക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഇന്ത്യയില് റിസോഴ്സസ് എന്താണ്, പരിമിതമാണ്. സോ ഈ പരിമിതമായ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യുക, ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക. വിത്തൗട്ട് എക്സ്പ്ലോയിറ്റേഷൻ we have to use these resources and we have to preserve this resource for future generation. നമ്മുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യണം, അതേപോലെ ഭാവിയിൽ നമ്മുടെ ഡിമാൻഡ് എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് പ്രിസർവ് ചെയ്യണം. സോ when we are utilizing resources, we have to utilize the resource in such a way that we have to meet our own demand without compromising the ability of future to use the resources. നമ്മുടെ ഭാവി തലമുറയുടെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ജനറേഷന്റെ എബിലിറ്റിയെ, ഈ റിസോഴ്സ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അതാണ് ഈ സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറയുന്നത്, ഓർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി ഈ പറഞ്ഞ 12th പ്ലാൻ പ്രയോറിറ്റൈസ്ഡ് ദ ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് കാണാം. ആൻഡ് ഈ ഒരു ടൈമിലാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ അബോളിഷ് ചെയ്തിട്ട് നീതി ആയോഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇതിന് ടാർഗറ്റ് വെച്ചത് 9% ആയിരുന്നു ഗ്രോത്ത് റേറ്റ് ടാർഗറ്റ്. എന്നാൽ അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് ഓൾമോസ്റ്റ് 7% മാത്രമാണ്. ആൻഡ് ഡ്യൂറിംഗ് ദിസ് 12th പ്ലാൻ യു ക്യാൻ സി സം ഓഫ് ദി ടാർഗറ്റ്സ്. ഇത് മാത്രമല്ല കേട്ടോ, ധാരാളം ടാർഗറ്റ്സ്, ധാരാളം ലക്ഷ്യങ്ങൾ സെക്ടർ സ്പെസിഫിക് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോ ഈ 12th പ്ലാൻ ഒക്കെ ആകുമ്പോൾ യു ക്യാൻ സി ദ ഡോക്യുമെന്റ് സൈസ്, അല്ലെങ്കിൽ ഒരു 10th പ്ലാനൊക്കെ ശേഷം നമുക്ക് കാണാൻ കഴിയും പ്ലാൻ ഡോക്യുമെന്റ് സൈസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മുന്നത്തെ അപേക്ഷിച്ച് ഒരു കോംപ്രിഹെൻസീവ് ഡോക്യുമെന്റ് ആയിട്ട്, ഒരു ലാർജ് ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ പ്ലാൻ ഡോക്യുമെന്റ് മാറുന്നുണ്ട്. ആൻഡ് ഡിഫറെന്റ് ഒബ്ജക്റ്റീവ്സ് നോക്കുമ്പോൾ 12th പ്ലാൻ ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ 50 മില്യൺ ജോബ്സ് ഈ നോൺ ഫോം സെക്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എയിം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കാർഷിക മേഖലയിൽ 4% ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ എയിം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എനർജി സപ്ലൈസ് അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷനിൽ 6.5 to 7% ഗ്രോത്ത് അച്ചീവ് ചെയ്യുക. അതുവഴി നമ്മുടെ GDP 9% ഗ്രോത്ത് അച്ചീവ് ചെയ്യുക. സോ എനർജി മേഖലയിൽ 6 മുതൽ 7% വരെ വളർച്ച കൈവരിക്കുകയും അതുവഴി GDP-യിൽ 9% വളർച്ച കൈവരിക്കാനും ഈ പറഞ്ഞ 12th പ്ലാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷനും ഹെൽത്തിനും സ്കിൽ ഡെവലപ്മെന്റും ഒക്കെ 12th പ്ലാന്റെ പ്രയോറിറ്റി ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. സോ ദാറ്റ് വാസ് അബൌട്ട് ദ 12th പ്ലാൻ. സോ ജസ്റ്റ് ഇതിന്റെ മെയിൻ തീം അത് നോക്കി വെച്ചേക്കാം. അതുപോലെ ഈ സമയത്ത് നടന്ന ഇവന്റ് ഏതാണ്, പ്ലാനിംഗ് കമ്മീഷന്റെ അബോളിഷ്മെന്റ്, ദെൻ നീതി ആയോഗിന്റെ ഇൻസെപ്ഷൻ.